ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മുടെ S4 മാത്സിൻ്റെ കോംപ്ലിമെൻ്ററി ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ 2024 ദെൻ 2023 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാനിൻ്റെ ഒരു ഫൈനൽ അനാലിസിസ് ഞാൻ ലാസ്റ്റ് സെൻഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് മീൻസ് ഇതിലിപ്പോൾ നമുക്കിപ്പോൾ 24-23 ഉള്ളൂ. ഓക്കെ, നമുക്ക് 22 21 ഓക്കെ ആ ഒരു സീരീസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഏത് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനത് ലാസ്റ്റ് ഞാൻ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സെക്ഷൻസ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 2023 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2023 ജൂലൈയിൽ നടന്ന ആ ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് ഒരുവിധ ഐഡിയ കിട്ടും. ഓക്കെ, ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിയിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പഠിക്കാം. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ സ്കിപ്പ് ചെയ്യാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം വളരെ എളുപ്പമുള്ള ടോപ്പിക്സുമാണ്. ഓക്കെ, പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഞാൻ അത് ക്ലാസ്സിൽ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ആദ്യം പ്രീവിയസ് തന്നെ പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി അവിടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ അറിയാമല്ലോ. ബാക്കി ഞാൻ നമ്മുടെ മാർക്ക് ഡിവിഷൻ ബാക്കി നിങ്ങൾ പറയുന്നില്ല, അറിയാം, നിങ്ങൾ S4 ആയ പിള്ളേരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഡിഫൈൻ ബോർ റേഡിയസ്. ഓക്കെ, എന്താണ് ബോർ റേഡിയസ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ബോർ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബോറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ബോർ റേഡിയസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇതിപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഞാൻ ബട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ബോർ റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബോർ ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ചാണ് എന്ത് ചെയ്തത് അവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബോറിൻ്റെ ആ ഒരു റേഡിയസിൻ്റെ ഇക്വേഷൻ എടുക്കുക. അതായത് ബോറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ അത് n=1 എന്ന് പറയുന്ന, ഓക്കെ, n=1 എന്ന് പറയുന്ന ആ ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് എന്ത് പറയുന്നത്, നമ്മളവിടെ ബോർ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, n=1 അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിലായാലും ഏത് ആറ്റത്തിലായാലും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ബോർ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചോദിക്കുന്നത്. സോ നമുക്കവിടെ ആറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് ദറ്റ് ഇസ് R is equal to ε0 n² h² by പൈ E²m എന്ന് കിട്ടും. ഓക്കെ, E²m. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പൈ 3.14 ആണ്, ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്. ഓക്കെ, മാസ് m മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇത്രയും കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 0.529 ആംസ്ട്രോങ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങളോട് പഠിച്ചു വെച്ചിരിക്കുന്നത് h² എന്നായിരിക്കും. എങ്കിൽ h² വാല്യൂസ് എന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ബോർ റേഡിയസ് എന്ന് ചോദിക്കുമ്പോൾ ബോർ റേഡിയസ് ഈസ് ദ റേഡിയസ് ഓഫ് സ്മോളസ്റ്റ് ഓർബിറ്റ് ദ ഹൈഡ്രജൻ ആറ്റം എന്ന് എഴുതണം. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു വാല്യൂ കൂടി എന്ത് ചെയ്യുക അവിടെ എഴുതുക. കാരണം ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക് മാത്രമേ അവിടെ ഇടത്തുള്ളൂ. സോ അതുകൊണ്ട് 1 മാർക്ക് കറക്റ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടി അവിടെ എഴുതുക. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് നമ്മുടെ ഒരു ബോർ മാഗ്നറ്റോൺ, ഡിഫൈൻ ബോർ മാഗ്നറ്റോൺ എന്നുള്ള വാല്യൂ ആണ്. അത് നമ്മൾ μb എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, μb എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ μb അല്ലെങ്കിൽ ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഡ്യൂ ടു ദ ഓർബിറ്റൽ മോഷൻ. ഓക്കെ, എന്താണ് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിനൊക്കെ എഴുതുമ്പോൾ അത്ര എഴുതിയാൽ മതി. ഓക്കെ, എന്താണ്, ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. എന്ത് കാരണം, ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. ഓക്കെ, ഓർബിറ്റൽ മോഷൻ കാരണം ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബോർ മാഗ്നറ്റോൺ നമ്മളവിടെ പറയുന്നത്. അപ്പോൾ μbക്ക് നമുക്ക് വാല്യൂ ഉണ്ട്. μb നമ്മൾ E/h²/2me എന്നാണ് പറയുന്നത്. മാസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. me എന്ന് പറയുന്ന ചാർജ് എന്താണ്, E എന്ന് വെച്ചാൽ ചാർജ് ആണ്. h' എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് h/2π. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്ത് പറയാം റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിയർലി ഈക്വൽ ടു 9.274 × 10⁻⁻24 Am/m² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടുത്തെ നമ്മുടെ ബോർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ബോർ മാഗ്നറ്റോണിൻ്റെ വാല്യൂസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കട്ടെ. അതിനടുത്ത് വരുന്ന ആ ഒരു കേസുകളും. ഓക്കെ, ബോർ മാഗ്നറ്റോണും ദെൻ അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്താ ലാൻഡേജ് ജി ഫാക്ടർ ഒക്കെ ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ നമ്മളോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, അതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. μb = EH/4πm എന്നും. ഓക്കെ, ആ ഒരു ഇക്വേഷൻസ് ഒക്കെ വരുന്നത് ഇത് തന്നെയാണ് ഇക്വേഷൻ. h/2π വന്നു കഴിഞ്ഞാൽ 4πm എന്ന് വരും. ഓക്കെ,
അപ്പോൾ ആ ഒരു ഇക്വേഷൻ അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാം കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇത് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ എന്നും ദെൻ ചിലതിലാണെങ്കിൽ വന്നിട്ട് നമുക്ക് ജൂൾ പെർ ടെസ്ല എന്നും പറയാറുണ്ട്. ഓക്കെ, സാധാരണ നമ്മുടെ ടെക്സ്റ്റിൽ ജൂൾ പെർ ടെസ്ല എന്നാണ് ആൻസർ കിടക്കുന്നത്. യൂണിറ്റ് ഏതെങ്കിലും കുഴപ്പമില്ല, 2 യൂണിറ്റും നമുക്ക് എന്താണ് അവിടെ അഫോർഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എന്താണ് റൈറ്റ് ദ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഇൻഡിപെൻഡന്റ് പഠിച്ചിട്ടുണ്ട്, then അതുപോലെ തന്നെ ടൈം ഡിപ്പെൻഡന്റ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻസും നമ്മളവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ടൈം ഡിപ്പെൻഡന്റും then അതുപോലെ തന്നെ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷ്രോഡിഞ്ചറിന്റെ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ, ആ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് that is minus h square by 2m. Okay, അല്ലെങ്കിൽ h is 2m into d square psi by dx square plus v psi v of x psi is equal to e psi. Okay, e ആണ് ഇത്. ഓക്കെ, e psi എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, e psi. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ h psi is equal to e psi എന്ന ഇക്വേഷനിലോട്ട് പോകും. ഓക്കെ, അതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റിലോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് നമുക്ക് അവിടെ കിട്ടുന്നത് നമ്മളൊരു ഏഗൻ വാല്യൂം ഒരു ഏഗൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റും ടൈം ഡിപ്പെൻഡന്റും ആവുന്നത്. ഓക്കെ, ഇത് നമുക്ക് 2 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ടൈം ഇൻഡിപെൻഡന്റും ടൈം ഡിപ്പെൻഡന്റും കേട്ടോ. അപ്പോൾ 2 എഴുതണേ, അതിൽ ഞാനിപ്പോൾ 1 എഴുതിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 2 എഴുതുക, ടൈം ഡിപ്പെൻഡന്റും ടൈം ഇൻഡിപെൻഡന്റും ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ത് ചെയ്യാം അപ്പോൾ എടുക്കാം. മനസ്സിലായി പറഞ്ഞത്? ടൈം ഡിപ്പെൻഡന്റ് ആകുമ്പോഴാണ് ഞാനിപ്പോൾ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് h സ്ക്വയർ ബൈ 2m ഇൻറ്റു d സ്ക്വയർ psi ബൈ dx സ്ക്വയർ പ്ലസ് v psi ഈസ് ഈക്വൽ ടു e psi എന്ന ഇക്വേഷൻ. ദെൻ ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് എന്താ വരുന്നത്? അവിടെ നമുക്ക് h psi ഈസ് ഈക്വൽ ടു e psi എന്ന് പറയും. ഓക്കെ, h അവിടുത്തെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. ഇതാണ് നമ്മളവിടെ ഏഗൻ വാല്യൂസ് എന്നും ഏഗൻ ഫംഗ്ഷൻസ് എന്നും നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതേണ്ട അറിഞ്ഞിരിക്കുക. പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അത്. ഓക്കെ, എന്താ കാരണം നമുക്ക് ടൈം ഡിപ്പെൻഡന്റും ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷന് SI ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അഥവാ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെയും ചോദിച്ചിട്ടില്ല എങ്കിലും അതൊരു SI ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് രണ്ടാമത്തെ നമ്മുടെ ഡിഫൈൻ ദ ഹാഫ് ലൈഫ് ഓഫ് ആൻ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഡീകേ ചെയ്ത് അതിന്റെ ഹാഫ് ആകാനായിട്ട് എടുക്കുന്ന സമയം. ഓക്കെ, ഹാഫ് ലൈഫ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ഹാഫ് ഓഫ് ദ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയനെ സാമ്പിൾ ടു ഡീകേ. നോർമലി നമുക്ക് അറിയുന്നുള്ള ആൻസർ ആയിരിക്കും. ഓക്കെ, എന്താണ് ഹാഫ്? ഇക്വേഷൻ എഴുതുന്നില്ല, നമ്മുടെ ടി ഹാഫിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ ടി ഹാഫിന്റെ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, എഴുതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഡിഫൈൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പറ്റുവാണെങ്കിൽ എന്ത് ചെയ്തിരിക്കാം, അതുകൂടി അവിടെ എഴുതിയിരിക്കാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി? ഓക്കെ, ബൈൻഡിങ് എനർജി എന്താണ്? ബൈൻഡിങ് എനർജി നമ്മുടെ ആറ്റംസ് നമ്മുടെ ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ഓക്കെ അതിനകത്ത് ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയിലാണ് എന്ത് ചെയ്യുന്നത് അവരോട് ബൈൻഡ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി നമ്മളിവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു എന്തായിരിക്കും? റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി separate all nucleons. Okay, all nucleons in a ന്യൂക്ലിയസ്. ഓക്കെ, ഒരു ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ന്യൂക്ലിയോൺസ് മീൻസ് ന്യൂക്ലിയസിനകത്തുള്ള മെമ്പേഴ്സ് ഓക്കെ നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാവുന്ന എനർജിയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി നമ്മളവിടെ പറയുന്നത്. ഓക്കെ അല്ലേ അത്? ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻസ് ഒക്കെ ഒന്നുകൂടി എടുത്ത് വെച്ച് വായിക്കാം. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ആ സെക്ഷൻസ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം. അതിന്റെ കംപ്ലീറ്റ് കാര്യം നമ്മൾ എന്തൊക്കെ അവിടെ പഠിച്ചു എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ അവിടെ ഉണ്ടാവണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റായിട്ട് അവിടെ നമുക്ക് അതിലെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കാരണം ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇത് 1 മാർക്കിന് തന്നെ ചോദിക്കണം എന്നൊന്നും ഇല്ല. ഓക്കെ, അവരെന്ത് ചെയ്യും? ഇതേ കാര്യം എടുത്തിട്ട് തന്നെ 2 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തായിരിക്കും പുതിയ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ 1 മാർക്ക് കിടക്കുന്നല്ലോ, നേരത്തെ എന്ത് ചെയ്യും? 2 മാർക്ക് കൊടുക്കാം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അവരതിന് നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും അവർ പെട്ടെന്ന് ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരത്തില്ല. അഥവാ അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് എഴുതേണ്ട കാര്യം ഉണ്ട് അവിടെ ബൈൻഡിങ് എനർജിയിലൊക്കെ. ഓക്കെ, നമ്മളന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അതിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്ത് എടുക്കുക. ഓക്കെ, ബൈൻഡിങ് എനർജി റിലേറ്റ് ചെയ്ത് വരുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ബൈൻഡിങ് എനർജി കർവ്, ദെൻ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബൈൻഡിങ് എനർജി ഗ്രാഫ് ഒക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ അയൺ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫ്യൂഷൻ ഫിഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പറഞ്ഞു.
കഴിഞ്ഞ തവണ നമ്മുടെ FIUGP സിലബസിൽ ഒരു പേപ്പറിൽ നമുക്ക് ഈ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അറ്റോമിക് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ അതിൽ അവരുടെ ഏറ്റവും അറിയായിരിക്കും നമുക്ക് മാർക്ക് എത്ര, 7 മാർക്കാണ് എസ്സേയുടെ മാർക്ക്. അപ്പോൾ അവർക്ക് 7 മാർക്ക് ചോദിച്ച് ബൈൻഡിങ് എനർജി കർവ് പ്ലോട്ട് ചെയ്യാനായിട്ടായിരുന്നു. ഓക്കെ, പ്ലോട്ട് ചെയ്ത് അതിൻ്റെ ഫിഷൻ ഏത് സൈഡാണ്, ഫ്യൂഷൻ ഏത് സൈഡാണ്, നമുക്ക് അതിൻ്റെ എന്താ പീക്കിൽ ഏത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടാണ് ഒരു തവണ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ നമ്മുടെ S2ൻ്റെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 4 മാർക്കിനോ 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. പിന്നെ അടുത്ത ഡ്രോ ദ IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ വരയ്ക്കണം. അതായത് നമ്മുടെ ഫോർവേഡ് ക്യാരക്ടറും വരയ്ക്കണം, റിവേഴ്സ് ക്യാരക്ടറും വരയ്ക്കണം. ഓക്കെ, 1 മാർക്കിനല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ഒരു സെക്ഷൻ മാത്രം വരച്ചു വയ്ക്കാൻ നമുക്കിവിടെ ഫോർവേഡ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ 2 സെക്ഷൻസും അവിടെ വരയ്ക്കണം. ഇതുപോലെ ഗ്രാഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ വരയ്ക്കുക. അപ്പോൾ നമ്മുടെ IV ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കറണ്ട് ആണ്. ഓക്കെ, ദെൻ ഇവിടെ വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് കറണ്ട് മൈനസ് വോൾട്ടേജ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്നിട്ട് മാർക്ക് ചെയ്തിരിക്കണം, ഇത് ഫോർവേഡ് ആണെന്ന് മാർക്ക് ചെയ്തിരിക്കുക. ഓക്കെ, ഫോർവേഡ് ആണെന്ന് എഴുതുക. ദെൻ ഇത് നമ്മുടെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മാത്രം അവിടെ എഴുതിയാൽ മതി. സോ ഇവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരയ്ക്കുക. ഓക്കെ, ലാബിലിംഗ് എല്ലാം ചെയ്യണം. ഓക്കെ, 1 മാർക്കിനാണെന്ന് വെച്ചിട്ട് വെറുതെ എന്തെങ്കിലും വരച്ചു വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല, 1/2 മാർക്ക് ഇടത്തുള്ളൂ. ഓക്കെ, അടുത്ത് ഡിഫൈൻ വോൾട്ടേജ് ഗെയിൻ. അറിയാമായിരിക്കുമല്ലോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിൽ പഠിച്ചതാ, നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, അവിടേക്ക് നമ്മൾ പഠിച്ചൊരു സെക്ഷനാണ് വോൾട്ടേജ് ഗെയിൻ. സിമ്പിൾ ടേംസിൽ എഴുതിയാൽ മതി. വാട്ട് യു മീൻ ബൈ വോൾട്ടേജ് ഗെയിൻ? വോൾട്ടേജ് ഗെയിൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെയും ഇൻപുട്ട് വോൾട്ടേജിന്റെയും റേഷ്യോ ആണ് എന്ത് പറയുന്നത്, നമ്മൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ AV ഈസ് ഈക്വൽ ടു V ഔട്ട് ഡിവൈഡ് ബൈ V in. മനസ്സിലായോ? എന്താണ് AV ഈസ് ഈക്വൽ ടു V out by V in. അതാണ് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാ ഗേറ്റിന്റെയും ബ്ലോക്ക് ഡയഗ്രാംസ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലോക്ക് ഡയഗ്രാംസ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു NAND ഗേറ്റിന്റെ ആണ്. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ NAND ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു AND ഗേറ്റും AND ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, NAND ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു AND ഗേറ്റ് ഉണ്ടാവും, ദെൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു നോട്ട് ഗേറ്റ് കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, NAND ഗേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷനിൽ നമ്മുടെ NAND ഗേറ്റിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷൻസ് ഞാൻ ലൈവിലല്ല എടുത്തേന്ന് തോന്നുന്നു നമ്മുടെ NAND ഗേറ്റ് ഒക്കെ. അപ്പോൾ റെക്കോർഡ് സെക്ഷൻസ് ആണ് സെൻഡ് ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ ദിവസങ്ങൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ആ സെക്ഷനിൽ എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ NAND ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓക്കെ, AND ഗേറ്റ്, OR ഗേറ്റ്, ഓക്കെ, എല്ലാ ഗേറ്റ്സും, ഓക്കെ, കംപ്ലീറ്റ് ഗേറ്റ്സ് അതിലുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഗേറ്റ്സും പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവരൊക്കെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ ഞാൻ ആ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലാസ് കാണുക, അല്ലെങ്കിൽ എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് അവിടെ ഇപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പ്ലോട്ട് ചെയ്തു. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ടോട്ടലി നമുക്ക് 10 ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ഹെക്സാഡെസിമൽ നമ്പേഴ്സ്? ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്താണ്, 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് നമ്മുടെ ബേസ്. ഓക്കെ, നമ്പറിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ഓക്കെ, ബേസ് ഓർ റാഡിക്സ് നമുക്ക് 16 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാത്രം എഴുതിയാൽ പോരാ, ഏതൊക്കെ ഡിജിറ്റ് ഇവിടെ വരുന്നു കൂടി മെൻഷൻ ചെയ്തിരിക്കുക. 0 മുതൽ 9 വരെയും A മുതൽ F വരെയുള്ള നമ്പേഴ്സ് എവിടെ ഇൻക്ലൂഡഡ് ആണ്, വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ അല്ലേ അത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി പ്രോസസ്സേഴ്സിലും അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ പോലെയുള്ള ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം കോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചോദിക്കത്തില്ല, എന്നിരുന്നാലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺസ് കോംപ്ലിമെന്റ് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. വൺസ് കോംപ്ലിമെന്റ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക് ആയിരുന്നു വൺസ് കോംപ്ലിമെന്റ് ഡിറ്റർമിനേഷൻ. എങ്ങനെയാണ് ചെയ്യുന്നത്, വൺസ് കോംപ്ലിമെന്റ് ഡിറ്റർമിനേഷൻ ആണെങ്കിൽ എല്ലാ വൺസിനെയും സീറോസ് ആക്കിയും എല്ലാ സീറോസിനെയും വൺസ് ആക്കി മാറ്റുക. 1 ഷുഡ് ബി ചേഞ്ചസ് ടു 0 ആൻഡ് 0 ഷുഡ് ബി ചേഞ്ചസ് ടു 1. ഓക്കെ, ഇതാണ് നമ്മുടെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ്. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വൺസ് കോംപ്ലിമെന്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ടൂസ് കോംപ്ലിമെന്റ്. അപ്പോൾ 1 മാർക്കിന് എന്ത് ചെയ്യാം, ടൂസ് കോംപ്ലിമെന്റും ചോദിക്കാം. ഓക്കെ, എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് ഡിറ്റർമിൻ ചെയ്യാം. ഡിറ്റർമിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു 1 കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, വിച്ച് വിൽ ചേഞ്ചസ് ടു ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, ടൂസ് കോംപ്ലിമെന്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1 ചെയ്യുന്ന സമയത്ത് അത് ടൂസ് കോംപ്ലിമെന്റ് ആവും. ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും, അതോടെ വൺസ് കോംപ്ലിമെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ,
ദെൻ അതിൻ്റെ ആ ഒരു സബ്ട്രാക്ഷൻ ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് വൺസ് കോമൺ എങ്ങനെ വരുന്നുണ്ട്, ദെൻ ക്യാരി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ നമ്പേഴ്സ് എങ്ങനെ ചെയ്യുന്നത്, ഓക്കെ അതൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, അതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പ്രോബ്ലംസ് എടുത്ത് ചെയ്തു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പ്രോബ്ലംസ് കുറവായിരിക്കും. ഓക്കെ, എന്നാൽ നിങ്ങൾ ഒന്ന് രണ്ട് അല്ലാതെ തന്നെ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, കൺവേർഷൻസ് നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, കൺവേർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ വെരിഫൈ ചെയ്യാൻ പറ്റും, കിട്ടിയ ആൻസർ. ഇല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമലോട് കൺവേർട്ട് ചെയ്ത് സാധാരണ രീതിയിൽ മാറ്റി ചെയ്ത് നോക്കാം. എങ്ങനെ തന്നെ ആയിരുന്നാലും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ആ ഒരു സെക്ഷൻ കവർ ചെയ്തിട്ട് വേണം എക്സാമിനേഷന് പോകാനായിട്ട്. ഓക്കെ, ദെൻ നമ്മുടെ സെക്ഷൻ ബിയിലോട്ട് വരാം. നമ്മുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ 4-5 പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതാം. പോസ്റ്റ്ലേറ്റ് നമുക്ക് ഉള്ളത് എഴുതാൻ പറ്റുള്ളൂ. അഥവാ ഇപ്പോൾ ഒരു 2 പോസ്റ്റ്ലേറ്റ് മാത്രമാണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ, ഒരു ബ്രീഫ്, വളരെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, സ്റ്റേറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഓക്കെ, അപ്പോൾ ബോർ ആറ്റം മോഡലിനെ ബേസ് ചെയ്ത് നമുക്ക് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബോർ ആറ്റം മോഡലിലെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സർക്കുലർ ഓർബിറ്റിനെ കുറിച്ചുള്ള ഐഡിയാസ് പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലർ ഓർബിറ്റിനെ കുറിച്ചുള്ള ഐഡിയാസ് ആണ്. ദെൻ അതിനുശേഷം വരുന്നത് എന്താണ്, സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷനറി ഓർബിറ്റുകൾ. ഓക്കെ, സ്റ്റേഷനറി ഓർബിറ്റ്സ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ചാർജ് സെൻട്രലിൽ കോൺസെൻട്രേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒറ്റ പോസ്റ്റ്ലേറ്റ് പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നത് നമുക്കിവിടെ അറിയാം എന്താണ്, ഇതിന്റെ ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. അതായത് ആംഗുലാർ മൊമെന്റം mvr = nh/2π ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്സ് ആണ്. പിന്നെ മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഈ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് തന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബോറിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. ഓക്കെ, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ള ഐഡിയാസ് വരുന്നത് എവിടെയാണ്, ബോറിന്റെ ഈ ഒരു പോസ്റ്റ്ലേറ്റ്സിലാണ് ആ ഒരു ഐഡിയാസ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, പിന്നെ മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺസ് അതിന്റെ സ്വന്തം ഓർബിറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, റേഡിയേഷൻസ് പുറത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യില്ല. അല്ലെങ്കിൽ അബ്സോർവ് ചെയ്തുകൊണ്ട് മാത്രമേ ഹയർ സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ സ്വന്തം ഓർബിറ്റിൽ നമ്മളവിടെ നോൺ റേഡിയേറ്റീവ് ഓർബിറ്റുകൾ എന്ന് പറയാറുണ്ട്. അത് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ്. നാലാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർത്ത് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോർ ഫ്രീക്വൻസി കണ്ടീഷനെ കുറിച്ചുള്ള ഐഡിയ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു 2 ലെവൽസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഫോട്ടോൺ എമിഷനുമായി ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ നാലാമത്തെ പോസ്റ്റ്ലേറ്റ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 മാർക്കിന് ഇത്രയും മതി. ഞാൻ ഈ ബോറിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, 2 മാർക്കിന്റെ കോമൺ ആൻസേഴ്സ് എഴുതുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഒറ്റ സെന്റൻസിൽ നിർത്താതെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തായിട്ട് എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് നീട്ടി പോകാൻ ആവശ്യമില്ല. ഓക്കെ, അത്യാവശ്യം ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോവുക. ഓക്കെ അല്ലേ അത്? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. വാട്ട് ആർ ദ ഇൻഅഡിക്വൻസസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്? ഓക്കെ, ഇത് ഏതിൽ വരുന്ന സെക്ഷൻസാ? നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഒരു ഇൻഅഡിക്വൻസസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കേസസ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1-2 കേസുകൾ നമ്മൾ അവിടെ ആ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഇൻഅഡിക്വൻസി ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻഅഡിക്വൻസി ഓക്കെ എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻഅഡിക്വൻസി അവിടെ ഒരു ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫോർമുലേഷന് വേണ്ടി സഹായിച്ചത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇൻഅഡിക്വൻസസ് എന്തൊക്കെയാണ്, ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ടേംസ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ അവിടെ എഴുതുമ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം അത് എന്താണെന്ന് മാത്രം ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അവിടെ, ഓക്കെ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുക. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയുന്ന സമയം നമ്മുടെ റെയിലേ ജീൻസിന്റെ ആ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്, റെയിലേ ജീൻസിന്റെ ലോയും. ഓക്കെ, പിന്നെ നമുക്ക് പ്ലാങ്ക്സിന്റെ കറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറയാം, റെയിലേ ജീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് അത്രത്തോളം ആക്യുറേറ്റ് അല്ലായിരുന്നു, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ പ്ലാങ്ക്സ് അവിടെ കറക്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഓക്കെ അതൊക്കെ വരുന്നുണ്ട്. ദെൻ അറ്റോമിക് സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്റർ, ഇങ്ങനെ 1-2 കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ചെയ്തൊന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ടൈം കൂടി നോക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ കിട്ടത്തില്ല മാർക്ക്, ഒരു മാർക്കില്ലെങ്കിൽ 1.5 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ഓക്കെ, എല്ലാവർക്കും അറിയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, on the basis of this principle explain the configuration of electron in an atom. Okay,
അപ്പോൾ അതായത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊരു മാർക്കിനും ഇതൊരു മാർക്കിനുമായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് മാത്രം ഫസ്റ്റ് കൊടുത്താൽ മതി. നോ ടു ഇലക്ട്രോൺ ഇൻ ആറ്റം ക്യാൻ ഹാവ് ദ 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഇൻ ദ സെയിം. ഓക്കെ, അതായത് ഒരു ആറ്റത്തിന് ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന് ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്യത്തില്ല, സെയിം ആയിട്ട് വരത്തില്ല. ഓക്കെ, അതാണ് നമ്മുടെ പോളീസിന്റെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളോട് പറയുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മുടെ കോൺഫിഗറേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, കെ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വരുന്നുണ്ട്. ദെൻ അടുത്ത സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ SPD. അത് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ അവിടെ പറയുന്നത്. അതായത് ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും വേണ്ട, എന്ത് തന്നെ കണ്ടന്റ് എല്ലാം അവിടെ എന്താണ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, കെ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ മെയിൻ ഷെൽ കോൺഫിഗറേഷൻസ് ഉണ്ട്. ദെൻ അതിന് തൊട്ട് താഴെ തന്നെയാണ് നമുക്ക് സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ SPDF എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ L, ഓക്കെ, എൽ വെക്ടറിന്റെ ബേസിസ് നമുക്ക് SPDF എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇനി അഥവാ കെ ഷെല്ലും എൽ ഷെല്ലും ഒക്കെ സെയിം ചെയ്ത് വന്നാലും ലാസ്റ്റ് എന്തിൽ വ്യത്യാസം വരും, നമ്മുടെ സ്പിൻ ആംഗുലർ മൊമെന്റത്തിൽ, സ്പിൻ ആംഗുലർ അല്ല, സ്പിൻ വെക്ടറിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. ഓക്കെ, സ്പിൻ കാരണം പ്ലസ് ഹാഫ് കൊണ്ട് മൈനസ് ഹാഫും വരുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും എന്ത് ചെയ്യും, അവിടെ വേരി ചെയ്യും. അപ്പോൾ അതാണ് അവിടെ ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ, എക്സ്പ്ലെയിൻ ദ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം. ഓക്കെ, ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരുപാട് അങ്ങ് എഴുതിയൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മാത്രം അവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതിയാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറിയാലോ, എല്ലാവർക്കും അറിഞ്ഞുള്ള ആൻസർ ആയിരിക്കും. എന്താ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സസിന്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഒന്നാമത്തെ കാര്യം തന്നെയാണ് നമുക്ക് പറയാം, എന്താണ്, ദേ ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ്. അത് ഒരുപാട് ദൂരമൊന്നും ഉണ്ടാകത്തില്ല, നമുക്കറിയാം. നമ്മുടെ എത്ര 10⁻⁻15 ഫെർമി മീറ്റർ സംതിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നത് അതിന്റെ. ഓക്കെ, അതായത് അറ്റോമിക് റേഡിയസിന്റെ ഒക്കെ, അറ്റോമിക് റേഡിയസ് അല്ല, നമ്മുടെ ആ ഒരു എന്താ, ആ ന്യൂക്ലിയസും പ്രോട്ടോൺസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ന്യൂട്രോൺസും പ്രോട്ടോൺസും വ്യത്യാസം ഏകദേശം ഫെർമി മീറ്റർ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി വെരി ലോ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഈ ഒരു ഫോഴ്സിന്റെ നാച്ചർ എങ്ങനെയാണ് വരുന്നത്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഓക്കെ, ദേ ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ്. പിന്നെ എന്താണ്, വെരി സ്ട്രോങ് ആണ്, നമ്മുടെ യൂണിവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചാർജ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, പിന്നെ ഫെൻറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി മീറ്റർ റേഞ്ചിൽ മാത്രമേ ഇതിന്റെ ആ ഒരു പവർ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് സെപ്പറേഷൻ മാറ്റി കഴിഞ്ഞാൽ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് എനർജീസ് ഒക്കെ റിലീസ് ആവും, ബട്ട് ഡിസ്റ്റൻസിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ലോങ് റേഞ്ച് ഫോഴ്സിന് എക്സാമ്പിൾ ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ലോങ് റേഞ്ച് ഫോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കത് സേലിയൻ ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ സർക്കുലർ ആൻഡ് ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഈ ഒരു സർക്കുലർ ആൻഡ് ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ഡികെയിൽ ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ദ പ്രീവിയസ് മെമ്പർ ഇൻ ദ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇതിൻ്റെ ഒരു സർക്കുലർ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു. എന്താണ് സർക്കുലർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ, ദാറ്റ് ഈസ് N1 λ1 ഈസ് ഈക്വൽ ടു N2 λ2. ഓക്കെ, N1 λ1 ഈസ് ഈക്വൽ ടു M2 λ2. അതായത് നമ്മുടെ ഈ ഒരു പാരന്റ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഡോട്ടറിനെ കാട്ടി എന്തായിരിക്കും, അവിടെ നമുക്ക് കൂടുതലായിരിക്കും. ഏതില്ല, സെക്യുലർ ഇക്വിലിബ്രിയത്തിൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡികെ ഓഫ് വൺ മെമ്പർ ഈസ് ജസ്റ്റ് ഈക്വൽ ടു റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ദ പ്രീവിയസ് മെമ്പർ. അതായത് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ എന്ത് ചെയ്യും, അവിടെ ഡികെ സംഭവിക്കും. ഏതില്ല, നമ്മുടെ ഒരു സെക്യുലർ ഇക്വിലിബ്രിയത്തിൽ. ഇനി ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്തോ, ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു ഡോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ഇതിലായിരിക്കും ഡികെ സംഭവിക്കുന്നത്. മറ്റൊരു പാരന്റ് ഡിപ്പെൻഡന്റ് ആണ്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് നമുക്ക് പറയാം ഒരു എക്സ്പോണൻഷ്യൽ ഡികെ ആണ് ഇവിടെ കാണിക്കുന്നത്, നമ്മുടെ ഈ ഒരു ഡോട്ടർ ന്യൂക്ലിയസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ ഒന്നുകൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം അതുപോലെ തന്നെ ഈ ഒരു എന്താ സെക്യുലർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അതിനെ പറഞ്ഞ മറ്റൊരു പേര് പെർമനന്റ് ഇക്വിലിബ്രിയം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് നോക്കുക. ഓക്കെ, കറക്റ്റ് ഒരു ഐഡിയ ഒന്നുകൂടി ഒന്ന് എടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും സെക്ഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് പേഴ്സണലി മെസ്സേജ് ചെയ്തിരിക്കുക. ഓക്കെ, നമുക്കത് അടുത്തൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് മാത്രം മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാം, ബട്ട് ആൻസേഴ്സ് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ക്ലാസ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ റെക്കോർഡ് സെക്ഷൻ കാണുന്നവരാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് സെക്ഷൻ കണ്ടിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഔട്ട്പുട്ട് ക്യാരക്ടർ ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഓൾ ദ റീജിയൻസ്. ഇത് നമ്മളിനി പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ 2-3 ദിവസം കൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കേസസ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം, കാരണം നമ്മുടെ ഡി സി ലോഡ് ലൈൻ, ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു പ്രോബ്ലം സെക്ഷൻ പഠിപ്പിച്ച സമയത്തും നമ്മുടെ ഡി സി ലോഡ് ലൈൻ പഠിച്ചപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ആ റീജിയൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെ, നമ്മുടെ സി ആംപ്ലിഫയറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ വി സി ഇയും ദെൻ ഐ സിയും. ഓക്കെ, അത് കാണാൻ പാടുമ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. ബിക്കോസ് നമുക്ക് നമ്മുടെ ലോഡ് ലൈൻ ഒക്കെ വരയ്ക്കാനായിട്ട് ആവശ്യമുള്ള ഗ്രാഫ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ എന്ത് വരുന്നത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ക്യാരക്ടർ ഓഫ് എ കോമൺ എമിറ്റർ. പിന്നെ എല്ലാ റീജിയൻസ് മാർക്ക് ചെയ്യാൻ അറിയായിരിക്കുമല്ലോ, ഏതൊക്കെയാണ് റീജിയൻസ്. നമുക്ക് ഐ ബി ഈസ് ഈക്വൽ ടു 0ക്ക് താഴെ വരുന്ന റീജിയൻ നമ്മൾ പറയുമ്പോൾ കട്ട് ഓഫ് റീജിയൻ എന്നാണ്. ഓക്കെ, കട്ട് ഓഫ് റീജിയൻ. ദെൻ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വരുന്ന റീജിയൻ നമ്മുടെ സാച്ചുറേഷൻ റീജിയൻ ആണ്. ഓക്കെ, സാച്ചുറേഷൻ റീജിയൻ. ആൻഡ് ഇതെന്താണ്, നമ്മുടെ ആക്റ്റീവ് റീജിയൻ ആണ് കേട്ടോ, ആക്റ്റീവ് റീജിയൻ. അപ്പോൾ 3 റീജിയൻസ് ആണ് നമുക്ക് ബേസിക്കലി അവിടെ വരുന്നത്. റീജിയൻസിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. എങ്ങനെ കൊടുക്കും, ഇത് സാച്ചുറേഷൻ റീജിയൻ നമ്മുടെ ഒരു ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻസിൽ വരുന്നുണ്ട്. ഓക്കെ, 2 കേസും നമ്മുടെ എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും എന്തായിരിക്കും, ഫോർവേഡ് ബയാസിംഗ് ആയിരിക്കും. സോ ദ ട്രാൻസിസ്റ്റർ വിൽ ആക്ട് ആസ് എ ഓൺ സ്വിച്ച്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ് റീജിയൻ വരുന്ന സമയത്ത് both of the junction will be in reverse biasing, so that will be in off state. Okay, transistor cut off ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആക്റ്റീവ് റീജിയനിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, വിച്ച് വിൽ ബി ആക്ടിങ് ആസ് ദ നോർമൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ആണല്ലോ അത്. ഓക്കെ, വി സിയും ഐ സിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻസ് ഒക്കെ നമ്മളിവിടെ വയ്ക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, why the current amplification factor alpha is less than unity. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ആൽഫയുടെ വാല്യൂ ശരിക്കും ലെസ് ദാൻ യൂണിറ്റി തന്നെ വരണമെന്ന് പറയുന്ന ഒരു റീസൺ എന്താണ്, നമുക്ക് അവിടെ ഒരു ബേസ് കറണ്ടിൽ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ യൂണിറ്റി എന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ, പറയുന്നത്. ദെൻ അത് മാത്രമല്ല, നമുക്ക് ഈ ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ യൂണിറ്റി അല്ലാതെ ഗ്രേറ്റർ ദാൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവിടെ ആംപ്ലിഫിക്കേഷൻ എന്ത് ചെയ്യത്തില്ല, നേരാവണ്ണം നമുക്ക് അവിടെ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആൽഫയുടെ വാല്യൂ വരുന്നത് എവിടെയാണ്, ആൽഫയുടെ വാല്യൂ വരുന്നത് നമ്മുടെ സി ബി കണക്ഷനിലല്ലേ, കോമൺ ബേസ് കണക്ഷനിലേ വരുന്നത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ വാല്യൂസ് 0.95 to 0.98 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് ആ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ ലെസ് ദാൻ യൂണിറ്റി ആക്കി അവിടെ വയ്ക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു റേഷ്യോ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കോമൺ ബേസ് കണക്ഷനിൽ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ബേസ് കറണ്ട് എന്ത് ചെയ്യും, അവിടെ ലോസ് ആയി പോകും കേട്ടോ. ഓക്കെ, മെയിൻ അതാണ് ആ പോയിന്റ്, ബേസ് കറണ്ട് അവിടെ ലോസ് ആവും. ഓക്കെ, അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രാം തരും, അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫൊക്കെ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും, സമയവും കിട്ടും. ഇവിടെ ഔട്ട്പുട്ട് ക്യാരക്ടർ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഔട്ട്പുട്ട് ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ആൻ വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതൊക്കെ 4 മാർക്കിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, വേണമെന്ന് വെച്ചാൽ 4 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഇടുന്നവരെ പോലെ ഇരിക്കും. ഓക്കെ, ഏത് മാർക്കിനാണ് ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ അത് നോക്കണ്ട. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, എവിടെയാണ് ചോദിച്ചിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വോൾട്ടേജ് ഡിവൈഡഡ് ബയാസിംഗ് സിമ്പിൾ അല്ലേ. ഓക്കെ, വരയ്ക്കുന്നത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, വോൾട്ടേജ് ഡിവൈഡഡ് ബയാസിംഗ് വരയ്ക്കാനായിട്ട് സിമ്പിളാണ്. നമ്മളൊരു ട്രാൻസിസ്റ്റർ നമ്മുടെ CE കോൺഫിഗറേഷനിൽ വരയ്ക്കുക. ഓക്കെ, CE കോൺഫിഗറേഷനിൽ വരച്ചു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, R1 റെസിസ്റ്റർ അത് ബേസ് വഴി കണക്ട് ചെയ്തു. പിന്നെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും R2 റെസിസ്റ്റർ, അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു റെസിസ്റ്റർ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു റീജിയനിൽ അതെന്താണ്, നമ്മുടെ എമിറ്റർ റെസിസ്റ്റൻസ്. ഓക്കെ, എമിറ്റർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ദെൻ അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു കളക്ടർ റെസിസ്റ്റൻസ്. അപ്പോൾ 4 റെസിസ്റ്റൻസ് വന്നാൽ എന്താവും, അതവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആയിട്ട് മാറും. R1 R2 RE ആൻഡ് RC. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ VCC കണക്ഷൻ കൊടുക്കും. ഓക്കെ, VCC കണക്ഷൻ ഇതെന്താണ്, നമ്മുടെ ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും വരച്ചാൽ അവിടെ 2 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് എഴുതിയാൽ മതി, R1 have to provide the sufficient power to base current and RC will regulate the collector collector current. Okay, collector current and also RE will be regulating the emitter current. Okay, 2 മാർക്കിനൊക്കെ അത്ര എഴുതിയാൽ മതി. വോൾട്ടേജ് ഡിവൈഡർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എന്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എന്താണ്, കൺവേർട്ട് 99.25 ബൈനറി ഡെസിമൽ ഇൻറ്റു എ ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഡെസിമൽ ടു ഫ്രാക്ഷൻ കൺവേർഷൻ ആണ്. ഓക്കെ,
ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, 99 പ്രത്യേകിച്ച് എടുത്ത് ഡിവിഷൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പ്രോബ്ലം സെക്ഷനിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ടൈം ഇത് ചെയ്യുന്നില്ല. സോ നോർമലി അറിയാമല്ലോ, അത് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, അതായത് ഇതിനെ പ്രത്യേകിച്ച് സോൾവ് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുക. ദെൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 0.25 ആണെങ്കിൽ അതെന്താണ്, നമ്മൾ അവിടുത്തെ ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യും, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഓക്കെ, നമ്മൾ ആ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടി ഒന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കൺവേർഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റേറ്റ് ദ ഡി മോർഗൻസ് തിയറം ആൻഡ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഒരു ഡി മോർഗൻസ് തിയറം. ഓക്കെ, ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത് നമുക്ക് 2 തിയറംസ് ആണ് ഡി മോർഗൻസിൽ വരുന്നത്. ദറ്റ് ഈസ് എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത എന്താണ്, ദറ്റ് ഈസ് എ and b whole complement is equal to a complement or b complement. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, ഇത് ജസ്റ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ജസ്റ്റ് ഈ 2 എക്സാമ്പിൾസ് കൊടുത്താൽ മതി. ഇത് ശരിക്കും അതിൻ്റെ എക്സാമ്പിൾസ് തന്നെ ആ തിയറത്തിൻ്റെ. ഓക്കെ, ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അതിനുശേഷം അതിൻ്റെ ഈ 2 എക്സാമ്പിൾസും അവിടെ എഴുതിയാൽ മതിയാ. ഓക്കെ, ഡി മോർഗൻസിൻ്റെ ഇതിൽ 2 മാർക്കിന് തന്നെയല്ലോ അത്. ബൂളിയൻ ആൾജിബ്ര അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇത് എക്സാമ്പിൾസിൽ എഴുതുക, ഇതിൻ്റെ തിയറി ഇങ്ങനെ എഴുതുക. ദറ്റ് ഈസ് ദ എന്താ ഫസ്റ്റ് തിയറം സ്റ്റേറ്റ് ഫോർ എനി 2 എലമെന്റ് എ ആൻഡ് ബി ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. തിയറീസ് 2 തിയറീസ് വേറെ എഴുതിയിട്ട് എക്സാമ്പിൾ എന്ന് കൊടുത്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അല്ല ഇത് മാത്രം എഴുതി വെച്ചാൽ അത് ചിലപ്പോൾ അവർ തിയറി ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതിൻ്റെ ഹാഫ് മാർക്ക് കൂടെ കുറയ്ക്കും. ഓക്കെ, ഹാഫ് മാർക്ക് അല്ല, 1 മാർക്ക്. ഓക്കെ, കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, തിയറം വേർഡിൽ എഴുതിയിട്ട് ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. പിന്നെ നമുക്ക് ഡി മോർഗൻസ് തിയറം ഒക്കെ നമ്മുടെ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താ, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രമായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻസ് കൂടി ഒന്ന് നോക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ആൻഡ് ഗേറ്റ്. ഓക്കെ, ആൻഡ് ഗേറ്റും ട്രൂത്ത് ടേബിളും സിമ്പിളും ഒക്കെ അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, ആൻഡ് ഗേറ്റ് ട്രൂത്ത് ടേബിളും സിമ്പിൾ മീൻസ് സിമ്പിൾ എന്താണ്, ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ. ഓക്കെ, ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻഡ് ഗേറ്റ് എപ്പോഴാണ് ഓൺ ആകുന്നത്, ആൻഡ് ഗേറ്റ് ഓൺ ആവണമെങ്കിൽ നമുക്ക് 2 ഇൻപുട്ടും എന്ത് ചെയ്യണം, 2 ഇൻപുട്ടും നമുക്ക് അവിടെ ഓൺ ആകുന്ന സമയത്ത് മാത്രമേ ആൻഡ് ഗേറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, ഓൺ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ വരുന്നത് എങ്ങനെയാണ്, നമ്മൾ 2 ഇൻപുട്ട് എയും ഇത് നമ്മുടെ എയും ബിയും 2 ഇൻപുട്ട് എ ആൻഡ് ബി. ഓക്കെ, ദെൻ ഇത് ഒ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ 0 0 0 1 1 0 1 1. ഓക്കെ, ഇതാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എപ്പോഴും ഒരു സൈഡിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 2 പേരും ഓൺ ആണ്. നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. മൾട്ടിപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയാൽ ഔട്ട്പുട്ട് 0 ആകും. ഓക്കെ, നമ്മൾ ഓർ ചെയ്യുക മീൻസ് എന്താണ്, അഡിഷൻ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ അഡിഷൻ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് നമുക്ക് 1 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, 0 ആകുന്നുണ്ട്, ഇതും എന്താകുന്നുണ്ട്, 0 ആകുന്നുണ്ട്. 1 × 1 എന്ത് കിട്ടുന്നുണ്ട്, 1 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആൻഡ് ഗേറ്റിൻ്റെ എന്താ, ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഓർ ഗേറ്റ് ആണെങ്കിലോ, ഓർ ഗേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ തന്നെ എയും ബിയും ദെൻ ഒ ഔട്ട്പുട്ട് 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യണം, 0 0 0 തന്നെ ആയിരിക്കും. 0 + 1 1 കിട്ടും. 1 + 0 1 തന്നെയാണ്. 1 + 1 എന്ത് കിട്ടും, നമുക്ക് ഇവിടെ 1 തന്നെ വരും. ഓക്കെ, അതായത് 1 + 1 2 എന്ന് എഴുതല്ലേ. ഓക്കെ, അവിടെ എന്താ നമ്മൾ ഓർ ഗേറ്റ് ആണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമുക്കവിടെ ഹൈ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ്സിനെ കുറിച്ച് പറയാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റ് എന്താണെന്ന് എഴുതണം. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ എന്താണ് ആൻഡ് ഗേറ്റ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ആൻഡ് ഗേറ്റ്. ദ ആൻഡ് ഗേറ്റ് ഈസ് ദ ഗേറ്റ് വിച്ച് പ്രൊവൈഡ് ദ ബോത്ത് ഇൻപുട്ട് ഹൈ. ഓക്കെ, അല്ല ദ ഔട്ട്പുട്ട് ഹൈ വെൻ ദ ബോത്ത് ഇൻപുട്ട് ആർ ഹൈ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് ജസ്റ്റ് അതിൻ്റെ സിമ്പിളും ട്രൂത്ത് ടേബിളും ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, അടുത്ത് നമ്മുടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് എന്താ ഒരു നോട്ട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഹെക്സ എഴുതിയ പോലെ എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ ഒരു 1-2 എക്സാമ്പിൾസ് കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിരിക്കാം, അവിടെ കൊടുത്തിരിക്കുക. ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടൽ 8 ബേസ് വരും. ഓക്കെ, 8 ആണ് ബേസ് നമ്പർ അല്ലെങ്കിൽ റാഡിക്സ് നമ്പർ. ഏതൊക്കെ ഡിജിറ്റ് ഇൻക്ലൂഡ് ചെയ്യും, 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് എന്താണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മുടെ 127 ബേസ് 8 എന്ന് പറയുന്നത് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇക്വലൻ്റ് ആയിട്ട് 87 ബേസ് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒക്ടൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എഴുതുക. ഓക്കെ, വേർഡിങ്സിൽ എഴുതുക, ഇത് കണ്ടെയ്ൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ട. ഓക്കെ, കാരണം ഇല്ല അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻ.
നമുക്ക് പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെമ്മറി സിസ്റ്റം ഓക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഇതങ്ങനെ വലുതായിട്ട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ കൂടുതൽ നമ്മുടെ റാഡിക്സ് കൂടിയിരിക്കുന്ന നമ്പറാണ് നമുക്ക് കൂടുതൽ കോമ്പിനേഷൻസ് പോസിബിൾ ആവും. നമുക്ക് നമ്പേഴ്സ് ഓഫ് ഡിജിറ്റ് കുറച്ച് മതി റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 16 ബിറ്റുള്ള ഓക്കെ നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഒക്ടൽസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഒന്ന് എഴുതിയിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ സിയിലോട്ട് പോകാമല്ലോ, പ്രോബ്ലം സെക്ഷനിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എന്താണ് ദാറ്റ് ഈസ് 2 gram ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഓഫ് അറ്റോമിക് വെയ്റ്റ് 230 disintegrate at a rate of 3.7 into 10⁻10 disintegration per second. Calculate the decay constant, half life and the mean life. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ വേണം? നമുക്കവിടെ ഡീകേ കോൺസ്റ്റന്റ് വേണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഡീകേ കോൺസ്റ്റന്റ്, ഹാഫ് ലൈഫ്, ദെൻ അതുപോലെ തന്നെ മീൻ ലൈഫ് എന്ത് ചെയ്യണം നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ അറ്റോമിക് ന്യൂക്ലിയസ് എന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ടി ഹാഫിൻ്റെ ഇക്വേഷൻ, ഓക്കെ ടി ഹാഫിൻ്റെ ഇക്വേഷൻ ലാംഡയുടെ ഇക്വേഷൻ നമുക്ക് അറിയായിരിക്കും. ഓക്കെ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു എന്താണ് 6.93 ബൈ ലാംഡയാണ്. ഓക്കെ, 6.93 ബൈ ലാംഡയാണ് നമ്മുടെ ടി ഹാഫിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. തന്നിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഡിസൻറ്റഗ്രേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസൻറ്റഗ്രേഷൻ തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ നമുക്ക് അവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ എന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിസൻറ്റഗ്രേഷനുമായി റിലേറ്റ് ചെയ്തിരുന്ന ഇക്വേഷൻ അതായത് n is equal to ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. n is equal to 2 by എന്താ നമ്മുടെ ഒരു വാല്യൂസ് ഡിസൻറ്റഗ്രേഷൻ. എൻ്റെ ആൻസർ പറഞ്ഞു, എൻ്റെ ഇക്വേഷൻ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കാം. ഓക്കെ, ഇക്വേഷൻ കറക്റ്റ് എനിക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല, എൻ്റെ ആൻസർ റിസൾട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 2 divided by 230 into 1.66 into 10⁻⁻²4. ഓക്കെ, നമ്മുടെ ഒരു e⁻² സംതിങ് വരുന്ന ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ ഞാൻ മെസ്സേജ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ നിയർലി ഈക്വൽ ടു 5.23 into 10⁻⁻21 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 5.23 into 10⁻21. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ദെൻ ഇത് നമുക്ക് ലാംഡയുടെ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ. ഓക്കെ, റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ ഡിവൈഡ് ബൈ n ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ. നിങ്ങൾക്ക് ആൻസർ ലാസ്റ്റ് സെൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ നാളെ മോർണിംഗിൽ ഞാൻ PDF ആക്കിയിട്ട് ഞാൻ സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഇക്വേഷൻ ചെയ്താൽ ഞാനിപ്പോൾ പ്രോബ്ലം ചെയ്ത് അപ്പോൾ അതിൻ്റെ ബാക്കി ഇക്വേഷൻ ഞാൻ എഴുതിയെടുക്കാൻ വിട്ടുപോയി. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ഡിവൈഡ് ബൈ നമുക്ക് ഇപ്പോൾ കിട്ടിയ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 5.23 into 10⁻21. ഓക്കെ, അതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷനായിട്ട് കിട്ടിയ ലാംബയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക. എത്രയാണ്? 3.7 into 10⁻10. ഓക്കെ, ഇതാണ് നമ്മുടെ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഇതിൻ്റെ ഒരു വാല്യൂ 7.07 സംതിങ് വരും. ഓക്കെ, 07 into 10⁻⁻12 വരും. ഓക്കെ, പിന്നെ ടി ഹാഫിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് എടുക്കാം. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ ലാംഡ. ഓക്കെ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ലാംഡ. അപ്പോൾ അത് നമ്മുടെ ടി ഹാഫിൻ്റെ വാല്യൂ ആണ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് മീൻ ലൈഫ് കൂടി ഉണ്ട്. മീൻ ലൈഫ് നമ്മൾ ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ടോ ഇസ് ഈക്വൽ ടു 1 by ലാംഡ ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയം നമുക്ക് എന്നിട്ട് ഈ ഒരു ആൻസർ നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു റേഡിയോ ആക്റ്റീവ് ലോയും അതിന് അതുപോലെ ഡെഫിനിഷൻ ഫോർ ഡീകേ കോൺസ്റ്റന്റ്. ഓക്കെ, ആ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാല്യൂസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം സെക്ഷൻ ഒന്നുകൂടി എടുത്ത് നോക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ ആ ഒരു പ്രോബ്ലം സെക്ഷൻ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, കാരണം അതിലെ പ്രോബ്ലംസ് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രോബ്ലം സെക്ഷൻസ് ഒരിക്കൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്തുതരാം. ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് അറ്റോമിക് ന്യൂക്ലിയസ് സെക്ഷനിൽ ഞാനത് ഡിസ്കസ് ചെയ്തുതരാം. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ radius and energy of an electron in the nth orbit in a hydrogen from the following data. E is equal to
1.6 into 10 raised to minus 19 coulomb and m is equal to 9.1 into 10 raised to minus 13 kilogram and h Planck's constant തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ എപ്സിലോണിന്റെ വാല്യൂ, ദെൻ അതുപോലെ തന്നെ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എൻഡ് ഓർബിറ്റിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഏതാണെന്ന് അറിയാമോ? നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? ഓക്കെ, എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞ് നമ്മളൊരു ഡെറിവേഷൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ ഓൾറെഡി നമ്മളോട് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് അവിടെ അതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് RNൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. ദറ്റ് ഈസ് RN is equal to 0.529 into n². ഓക്കെ, n². ഇതാണ് നമ്മുടെ RNൻ്റെ ഇക്വേഷൻ. ദെൻ ഇതിൽ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ എഴുതാം കേട്ടോ. ഡെറിവേഷൻ അവിടെ എഴുതാം. എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി, നമ്മൾ കൈനറ്റിക് എനർജിയും ദെൻ അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ എനർജി കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെറിവേഷൻ ചെയ്ത് വന്നിട്ട്, ഓക്കെ, കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ RNൻ്റെ വാല്യൂ ദെൻ EN is equal to minus 13.6 into 1/n² ഇലക്ട്രോൺ വോൾട്ട്. ഇത്ര എഴുതിയാൽ നമുക്ക് ഇതാവും. ബട്ട് 4 മാർക്കിനാണ്. സോ 4 മാർക്ക് ഇല്ല, 2 മാർക്കിൽ 1 മാർക്കൊക്കെ ഇടത്തുള്ളൂ ഇത്ര എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വരിക. ഓക്കെ, ഡെറിവേഷൻ എഴുതി വരാതെ ഒരു സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ENൻ്റെ ഈ ടോട്ടൽ എനർജിക്ക് ശേഷം നമ്മൾ സ്റ്റെപ്പിലോട്ട് വരേണ്ടി വരും. ബട്ട് അത് നമുക്ക് ടഫ് ആയിരിക്കും. അതിനെക്കാട്ടി നമ്മൾ ആ ഒരു കൈനറ്റിക് എനർജി എടുക്കുക, ദെൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കുക, ദെൻ രണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ റേഡിയസിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റേഡിയസ് ഇക്വേഷൻ മീൻസ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ആൻസർ നമ്മളവിടെ സോൾവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. എന്താണ്? കാൽക്കുലേറ്റ് ദ എനർജി ആൻഡ് റേഡിയസ് ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? എന്നിന് 1 കൊടുത്ത് minus 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ് എടുക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ one-dimensional ബോക്സ് ഓഫ് വിഡ്ത്ത് 10 ആംസ്ട്രോങ്. Calculate the probability of finding the particle with an interval of 1 Armstrong at the center of the box. Okay, when it is in the state of least energy. Okay, അപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 1-dimensional ബോക്സ് ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് 1-dimensional ബോക്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രോബബിലിറ്റിയുടെ സ്റ്റെപ്സിൽ, ഓക്കെ, നമ്മൾ ആ ഡെറിവേഷൻസ് ചെയ്യണം പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഡെറിവേഷനിൽ വരുന്ന ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് പ്രോബബിലിറ്റി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പാർട്ടിക്കിൾ ഇൻസൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഇക്വേഷൻ നമുക്കിവിടെ P എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഇക്വേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? പ്രോബബിലിറ്റി P is equal to നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, P ആണ് നമ്മുടെ പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ആ പ്രോബബിലിറ്റി കിട്ടും. പ്രോബബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ x1 to x2. ഓക്കെ, x1 to x2 sin സ്ക്വയർ n/x/L dx. ഓക്കെ, n/x/L dx നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ എന്താണ്? പ്രോബബിലിറ്റിയുടെ വാല്യൂ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളവിടെ P എന്നോ അല്ലെങ്കിൽ Psi എന്നോ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, P എന്നോ Psi എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എവിടെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ഇന്റർവൽ 1 ആംസ്ട്രോങ് എടുത്ത് സെൻറ്റർ ഓഫ് ദ ബോക്സ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ ബോക്സ് എന്നോ മിഡിൽ ഓഫ് ദ ബോക്സ് നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യണം? പ്രോബബിലിറ്റിയുടെ വാല്യൂ നമുക്ക് അവിടെ എടുക്കണം. സോ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷനോട് വരും. ഓക്കെ, ഇത് അതിൻ്റെ ഫസ്റ്റ് ഇക്വേഷനാണ്. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇങ്ങനെയാക്കി എടുക്കാം. ദാറ്റ് ഈസ് P is equal to ഡെൽറ്റ എക്സ് into psi square. Okay, psi square എന്നിട്ട് that is 2/L into delta x. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്പ്. ഇത് നിങ്ങളിപ്പോൾ പ്രോബ്ലത്തിൽ എഴുതണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അത് എഴുതിയതാണ്. ഓക്കെ, ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് P is equal to 2/L into delta x. ഓക്കെ, 2/L into delta x. അപ്പോൾ ഇത് മതി പ്രോബബിലിറ്റി എഴുതാൻ. ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിലോട്ട് വരിക. ഓക്കെ, കാരണം ജസ്റ്റ് ഇത് എൻ്റെ ഇതാണ് മെയിൻ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിലോട്ട് വന്നാൽ മതി. അപ്പോൾ P is equal to 2/L into delta x. ഡെൽറ്റ എക്സ് ഇവിടെ പറയുന്നല്ലോ എത്രയാണ്? ഇൻ്റർവെല്, പാർട്ടിക്കിൾ ഇൻ്റർവെല് പറയുന്നത് 1 ആംസ്ട്രോങ് ആണ്. ദെൻ നമ്മുടെ വിത്ത് എത്ര പറയുന്നുണ്ട്? വിത്താണ് L എന്ന് പറയുന്നത്, അത് 10 ആംസ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. എത്ര കിട്ടാം? ദാറ്റ് ഈസ് P is equal to 2/L 10 ആംസ്ട്രോങ് ഇൻറ്റു ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആംസ്ട്രോങ്. ഓക്കെ,
ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് സോൾവ് ചെയ്ത് പഠിച്ച് വെച്ചിരിക്കുക. ഇത് നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലിൻ്റെയും എക്സിൻ്റെയൊക്കെ വാല്യൂസ് മാത്രമേ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതായത് ആ ഡെറിവേഷൻ എന്നാണ് വരുന്നത്. ഡെറൈവ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കത്തില്ല നിങ്ങൾക്ക്. അത് നമ്മുടെ മെയിൻ ഫിസിക്സുകാർക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചോദിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇത് എഴുതിയതിലോട്ട് വന്ന് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ എത്ര കിട്ടുമെന്ന്. ഓക്കെ, 2/10 ആംസ്ട്രോങ് ഇൻറ്റു 1 ആംസ്ട്രോങ്. ഓക്കെ, അത് വരും നമുക്ക് പോയിന്റ് സംതിങ് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് ഹൊളോണിയം 165 is 7.731 fermi-meter. Deduce the radius of hydrogen. ഓക്കെ, അപ്പോൾ ഇതായത് ഹൈഡ്രജൻ അല്ല, ഹീലിയം. ഓക്കെ, 4 ഹീലിയം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, നമുക്കിപ്പോൾ ഹൊളോണിയം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, റേഡിയസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ആ ഒരു വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വാല്യൂ യൂസ് ചെയ്ത് നമ്മൾ അവിടുത്തെ R0 വാല്യൂ ഡിറ്റർമിൻ ചെയ്യും. ദെൻ R0 വാല്യൂ ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് R0 നമുക്കിവിടെ 1.2 ഫെർമി-മീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്റ്റെപ്പുകളിൽ 1.3 എന്നും വരാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു വാല്യൂ തന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ആ ഒരു R0 വാല്യൂ ഇത് നമ്മുടെ ഏതുമായി ബന്ധപ്പെട്ട റേഡിയസ്. ഓക്കെ, നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ 3-ാമത്തെ 4-ാമത്തെ നമ്മുടെ ഐസോബാറൊക്കെ പഠിച്ച ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു R0 വാല്യൂ ഡിറ്റർമിൻ ചെയ്തതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് അറ്റോമിക് ന്യൂക്ലിയസ് ആ ഒരു സെക്ഷനിൽ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് R0 വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്, നമ്മുടെ ആ ഒരു R0 വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ഡാറ്റ നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ R0 ഈസ് ഈക്വൽ ടു, R0ക്ക് ഒരു റിലേഷൻ ഉണ്ട്. R0 ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് നമുക്ക് റേഡിയസ് പറഞ്ഞിരിക്കുന്നത്, അതിൽ ആറിൻ്റെ വരെ 7.31 ഫെർമി-മീറ്റർ. ഫെർമി-മീറ്റർ മീൻസ് ഇൻറ്റു 10⁻⁻15 മീറ്റർ. ഓക്കെ, -15 മീറ്റർ ഡിവൈഡ് ബൈ നമുക്കിവിടെ എത്ര കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. ഓക്കെ, 165 ഹോൾ റൈസ് ടു 3. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇത് ഏകദേശം നിയർലി ഈക്വൽ എത്രയായിരിക്കും, ഒരു 1.2 ഫെർമി-മീറ്റർ സംതിങ് ആണ് നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ അത് 1.2 കിട്ടും. ഓക്കെ, ചിലതിൽ ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, നമുക്കൊരു 1.3 ചിലതിൽ വരാറുണ്ട്. റൗണ്ട് ചെയ്ത് 2 ആക്കിന് കുഴപ്പമില്ല. അതിൻ്റെ കറക്റ്റ് വാല്യൂ വെച്ചാൽ 1.2 ആണ് വരുന്നത്. ഓക്കെ, ക്ലോസസ്റ്റ് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം R0 വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി ഹീലിയത്തിൻ്റെ റേഡിയസ് ഡിറ്റർമിൻ ചെയ്ത്, ഹീലിയത്തിൻ്റെ റേഡിയസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷൻ കൊടുക്കും. R0 നമുക്കിപ്പോൾ കിട്ടിയില്ലേ, എത്രയാണ്, 1.2 ഫെർമി-മീറ്റർ അല്ലേ. ഓക്കെ, 1.2 ഫെർമി-മീറ്റർ ഇൻറ്റു A എത്രയാണ്, 4 ആണ്. അപ്പോൾ 4⁻1/3 വരും. ഓക്കെ, ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യും. ഇനി അഥവാ ഇങ്ങനെ ഡാറ്റ തരാതെയാണ് നമുക്ക് തന്നിരിക്കുന്ന റെഡ്യൂസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ റേഡിയസ് എന്ന് പറയുവാണെങ്കിൽ ഈ R0ക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യണം, 1.2 ഫെർമി-മീറ്റർ ഇട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given the following isotopic masses, okay, lithium lithium 7 is equal to 7.01600 U, and lithium 6 is equal to 6.015112 U. Okay, and neutron എത്രയാണ്, 1.0086 U. Okay, calculate the binding energy of the neutron in the 7 lithium nucleus. Express the result in U. Okay, atomic mass unit, and also find in mega electron volt and joules. Okay, അപ്പോൾ 3 കണ്ടീഷൻസ് അവിടെ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സോൾവ് ചെയ്തെടുത്തിട്ടില്ല. ഞാനത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരിക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ആൻസർ ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, ഇക്വേഷൻ പറഞ്ഞുതരാം. ഇക്വേഷൻ എങ്ങനെ വരും, ദറ്റ് ഇസ് ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ. ഓക്കെ, ഡെൽറ്റ എം, ദെൻ നമ്മുടെ ആ ഒരു ടോട്ടൽ, ഓക്കെ, ടോട്ടൽ എലമെൻസിൻ്റെ വാല്യൂ, ദറ്റ് ഈസ് മാസ് ഓഫ് 7 lithium. ഓക്കെ, മൈനസ് ZMP പ്ലസ് NMN. ഓക്കെ, ഈ ഇക്വേഷൻ. ദെൻ അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തിലായിരിക്കും, കിട്ടുന്ന വാല്യൂ നമുക്ക് അവിടെ ഇനി എന്ത് ചെയ്യണം, ബൈൻഡിങ് എനർജിയിലോട്ട് മാറ്റണം. ഓക്കെ, ബൈൻഡിങ് എനർജിയിലോട്ട് ബിയിലോട്ട് മാറ്റണം. ഇക്വൽ ടു അത് ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ സെൻഡ് ചെയ്യുമ്പോൾ സെൻഡ് ചെയ്തിരിക്കാവേ. ഇതിൻ്റെ റിസൾട്ട് 3 ഓക്കെ, ഒന്ന് നോക്കി പോയിന്റ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ 2023 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നോക്കാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ വിട്ടുപോയി. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും സോൾവ് ചെയ്തിട്ട് ആ ഒരു PDF ഇൻക്ലൂഡ് ചെയ്തിരിക്കാം. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28th. എ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ മേക്ക് യൂസ് ഓഫ് എ zero tall transformer. The forward resistance of each diode, okay, forward resistance of each diode is 10
കിലോ ഓം. ഓക്കെ, 10 കിലോ ഓം ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം? ലോഡ് റെസിസ്റ്റൻസ് പറയുന്നുണ്ട് 2000 ഓം ആണ്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഡി സി ലോഡ് കറണ്ട്. ഓക്കെ, ഡി സി ലോഡ് കറണ്ട് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ട്? ഇവിടെ നമുക്കുള്ള ഡാറ്റാസ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൻ്റെ വോൾട്ടേജ് 12 വോൾട്ട് ആണെന്ന് പറയുന്നത്, 12 വോൾട്ട് ആണ്. ദെൻ അതുപോലെ തന്നെ ഫോർവേഡ് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ 10 ഓം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഐ ഡി സി ലോഡ് കറണ്ട് ഡിറ്റർമിൻ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ലോഡ് കറണ്ടും ദെൻ അതുപോലെ തന്നെ എഫിഷ്യൻസിയും. അപ്പോൾ എഫിഷ്യൻസി നമുക്കറിയാം, ഈറ്റയാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഈറ്റ നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈറ്റയുടെ വാല്യൂ നമ്മളവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈറ്റയുടെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? ഈറ്റ നമ്മൾ സിംപ്ലിഫൈ ചെയ്താലും ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു eta is equal to 81.2%. എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് എ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എഫിഷ്യൻസി എത്രയാണ്? 81.2% ആണ് നമുക്ക് അവിടെ വരുന്നത്. ദെൻ അടുത്തതുപോലെ നമുക്ക് അവിടെ ഐ ഡി സി വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഐ ഡി സി വാല്യൂ ഈസ് ഈക്വൽ ടു 2Im/π ആണ്. ഓക്കെ, 2Im/π ആണ്. ഇവിടെ നമുക്കിപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ആദ്യം ഈ വോൾട്ടേജും ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ IM വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. IM വാല്യൂ ഡിറ്റർമിൻ ചെയ്തിട്ട് അതെടുത്ത് എന്ത് ചെയ്യുക? നമ്മുടെ ഐ ഡി സിയുടെ ഇക്വേഷനിൽ ദാറ്റ് ഈസ് 2Im/π എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ അവിടെ കിട്ടത്തുള്ളൂ. കാരണം അവിടെ നമുക്കിപ്പോൾ IM വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ IM sin ωt എന്ന ടേംസിൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അവിടെ എടുക്കാമായിരുന്നു. ബട്ട് ഇപ്പോൾ നമുക്ക് IM എടുക്കാൻ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഓംസ് ലോയുടെ ഇക്വേഷൻ വെച്ചിട്ട് റെസിസ്റ്റൻസും വോൾട്ടേജ് വെച്ച് കറണ്ട് ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. ഡിറ്റർമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ദെൻ IMൻ്റെ ഇക്വേഷൻ ഞാൻ എടുത്തു തരാം. ദാറ്റ് ഇസ് IM എന്ന് പറഞ്ഞതാണ് കേട്ടോ. IM ഇസ് ഈക്വൽ എന്താ? VM ഡിവൈഡ് ബൈ RF പ്ലസ് RL. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഞാൻ ഫോർവേഡ് റെസിസ്റ്റൻസ് പറഞ്ഞില്ല തോന്നുന്നു അല്ലേ? ഓക്കെ, ഞാൻ ഫോർവേഡ് റെസിസ്റ്റൻസ് വിട്ടുപോയത്. നമ്മൾ സാധാരണ നമ്മുടെ ഐഡിയൽ കണ്ടീഷൻസ് എടുക്കാറുണ്ടല്ലോ. ഐഡിയൽ കണ്ടീഷൻ നമ്മൾ ഫോർവേഡ് റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യൂല. നമ്മൾ ആ ഡെറിവേഷൻ എഫിഷ്യൻസി ഡെറിവേഷനിലേക്ക് RF നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു RF പറയാൻ വിട്ടുപോയേ. RF കൂടി എടുക്കും. കാരണം ഇവിടെ നമുക്ക് 10 ഓം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10 ഓം അങ്ങനെ നെഗ്ലക്റ്റബിൾ അല്ല. ഓക്കെ, 10 ഓം ഇപ്പോൾ 1 ഓം 0.1 ഓം ഒക്കെ ആണെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യായിരുന്നു. ബട്ട് 10 ഓം ഉണ്ട്. അപ്പോൾ എന്തിനാ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 12 ഡിവൈഡ് ബൈ 10 പ്ലസ് 2000 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐ ഡി സിയുടെ വാല്യൂ കിട്ടും. മനസ്സിലായോ? അതാണ് ഡി സി ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ എഫിഷ്യൻസി അറിയാലോ. എഫിഷ്യൻസി ഡി സി ഔട്ട്പുട്ട് പവർ ബൈ എ സി ഇൻപുട്ട് പവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ എ സി ലോഡ് ലൈൻ ഫോർ എ സർക്യൂട്ട് ഗിവൺ ബിലോ. ഓക്കെ, ദാറ്റ് ഇസ് VCC is equal to 15 volt. Then R1 is equal to 30 kilo ohm, R2 is equal to 10 kilo ohm, RC is equal to 3 kilo ohm, and R is equal to 2 kilo ohm. Okay, RL is equal to 2 kilo ohm. Okay, draw the AC load line for the given circuit. Okay, അപ്പോൾ ഇതിൽ നമുക്ക് ഡി സി ലോഡ് ലൈനാണ് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന സർക്യൂട്ടും ഏതാണ്? സർക്യൂട്ട് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് നമ്മുടെ CE ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ്. ഇതാണ് നമ്മുടെ CE ആംപ്ലിഫയർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് CE ആംപ്ലിഫയർ എന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചില്ല. ഓക്കെ, ഞാൻ അപ്പോൾ അടുത്തൊരു സെക്ഷനിൽ CE ആംപ്ലിഫയർ ഞാൻ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. കാരണം അത് 1-2 കാര്യങ്ങളിലൂടെ പറയാനുണ്ട്. നമുക്ക് ഡി സി ലോഡ് ലൈൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റാസേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് 2-3 ഡാറ്റാസ് ഇല്ലേ? ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് ഈ പ്രോബ്ലം ഞാൻ അവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. 2023 ഏത് ക്വസ്റ്റ്യനാണ്? നമ്മുടെ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ വെച്ചിരിക്കാൻ പറഞ്ഞു. ഒന്ന് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യനും, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 29ാമത്തെ ക്വസ്റ്റ്യനും. ഓക്കെ, ഒന്നുകിൽ ഞാനത് സോൾവ് സെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനത് ക്ലാസ്സിൽ മാക്സിമം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് ദ ഹെക്സാഡെസിമൽ നമ്പർ. ഓക്കെ, എന്ത് ചെയ്യാനാണ്? ഡെസിമൽ കൺവേർഷൻ. ഓക്കെ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. അപ്പോൾ AC 516. ഓക്കെ, സോറി, AC5/16. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ ഹെക്സാഡെസിമലിനെ ഡെസിമലോട്ട് മാറ്റുന്നത്? ആദ്യം ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്തായിരിക്കും? ദാറ്റ് ഈസ് A into
എ എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? എ മീൻസ് എത്രയാണ് നമ്മുടെ ഇതിൽ? എ മീൻസ് 10 ആണ്. ഓക്കെ, 10. ദെൻ അതുപോലെ തന്നെ സി എത്രയാണ്? സി നമുക്ക് അവിടെ 12 ആണ്. ഓക്കെ, സി 12 ആണ്. പിന്നെ 5 എന്താണ്? 5 അവിടെ നോർമലി 5 തന്നെയാണ്. ഓക്കെ, 5 തന്നെ. പിന്നെ എന്ത് ചെയ്യുക? നമ്പേഴ്സ് ആഡ് ചെയ്ത് റിസൾട്ട് എടുക്കുക. ദെൻ അതുപോലെ തന്നെ B4 to 16, ബേസ് 16. ഓക്കെ, അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര വരും? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ 11, 4 തന്നെയാണ്, 2 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? സം ചെയ്ത് ആൻസർ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ബേസ് മൾട്ടിപ്ലൈ ചെയ്യണേ. ഓക്കെ, 16⁻1. ഓക്കെ, അങ്ങനെ നമുക്ക് വരും. ബേസ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണം. ദെൻ അതുപോലെ തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിലും, ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ ഇതിപ്പോൾ 107, ഓക്കെ, 107 ബേസ് 8 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 × 8⁻2 പ്ലസ് 0 × 8⁻1 പ്ലസ് 7 × 8⁻0. ഓക്കെ, ഇങ്ങനെയല്ലേ വരും. അപ്പോൾ നമുക്ക് ഏകദേശം 71 സംതിങ് വരും. ഓക്കെ, ഇതുപോലെ തന്നെ 48. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇതെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. ഇത് 16⁻0. ഇവിടെ എന്ത് വരും? 12 × 16⁻1. ഇവിടെ 10 × 6⁻2. ഓക്കെ, അപ്പോൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ അല്ലേ അത്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദ ബൂളിയൻ എക്സ്പ്രഷൻ a plus b into c plus abc. ഓക്കെ, a plus b into c plus abc. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഓക്കെ, നമ്മളിവിടെ ഓരോ ലോസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ആ ലോയിൽ. ഓക്കെ, നമ്മുടെ ബൂളിയൻ ആൾജിബ്രയിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം മറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ നമുക്ക് എഴുതാൻ പറ്റും. പഠിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അല്ലാതെ ആ ഒരു ലാസ്റ്റ് നിമിഷം എക്സാമിനേഷൻ ലാസ്റ്റ് ടൈമിൽ കൊണ്ട് വെച്ച് കൺഫ്യൂഷൻ ആക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കില്ല, സമയം പോകും. ഓക്കെ, അഥവാ ഇനി സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ചില സമയത്ത് ഫൈനൽ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, കറക്റ്റ് ഇതുവരെ വന്ന് എത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, കിട്ടിയോ എവിടെ വെച്ചാണ് നിൽക്കുന്നത് അവിടെ വെച്ച് നിർത്തുക. ഓക്കെ, ഫൈനൽ ആൻസർ കിട്ടിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് മനസ്സിലാകത്തില്ല. അങ്ങനെ ചില സമയത്ത് ഇതിലൊരു പ്രശ്നമുണ്ട് ഈ ബൂളിയൻ ആൾജിബ്ര സോൾവ് ചെയ്യുമ്പോൾ. മാക്സിമം ഈ ക്വസ്റ്റ്യനിലോട്ട് വരുന്ന കാട്ടിയും മറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് എഴുതി നമുക്ക് എവിടെയാണോ വെച്ച് നിർത്തുന്നോ അവിടെ വെച്ച് നിർത്തിയിട്ട് നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും? സമയം വേസ്റ്റ് ആവും. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാൻ ചിലപ്പോൾ ടൈം കിട്ടാതെ വച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ പറയുന്നത് a plus b into c. ഓക്കെ, a plus b into c plus abc. ഓക്കെ, abc, a plus b into c plus abc. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ac plus bc plus abc. ഓക്കെ, ac plus bc plus abc എന്നായി. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഒരു കാര്യം ഇവിടെ നോക്കിയോളൂ. ഇവിടെ നമുക്ക് ബി സി പ്ലസ് എ ബി സി എന്നൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ബി സി പ്ലസ് എ ബി സി. അപ്പോൾ ഇതിനകത്ത് ഈ ബി സി നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ. ഓക്കെ, ബി സി എനിക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ബി സി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് മാത്രം ഞാൻ ബി സി പുറത്തെടുക്കുന്നു. ദാറ്റ് ഈസ് ബി സി ഇൻറ്റു 1 + a എന്ന് വരും. ഓക്കെ, 1 + a. അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ ആ ഒരു 1 നമ്മൾ ഓർ ചെയ്താൽ പ്ലസ് എ മീൻസ് ഓർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ നമുക്ക് 1 തന്നെ കിട്ടും. ഓക്കെ, 1 കിട്ടും. അപ്പോൾ എ 1 ആണെങ്കിലും 0 ആണെങ്കിലും നമുക്ക് 1 തന്നെ കിട്ടും. അപ്പോൾ ആ ലോ അനുസരിച്ച് ഇവിടെ ബി സി മാത്രമേ പിന്നെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ഇപ്പോൾ 1 + a എന്ന് എഴുതി കഴിഞ്ഞാൽ ഓക്കെ, എ ഏതർ 1 ആയിരിക്കാം, ചിലപ്പോൾ 0 ആയിരിക്കാം. ഏത് തന്നെ ആണെങ്കിലും ആ നമ്പറുമായിട്ട് ഞാൻ ഓർ ചെയ്താൽ എനിക്ക് ആൻസർ എന്ത് തന്നെ കിട്ടും? ആൻസർ എനിക്കിവിടെ 1 തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് ആ ഒരു റൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ബൂളിയൻ ഇതിൽ 3ാമത്തെ 4ാമത്തെ റൂളാണ്. ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്തു? ഈ ഒരു റിസൾട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് ബി സി എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്തു? നമ്മളത് ബി സി എന്ന് എഴുതി. ഓക്കെ, ബി സി എന്നാക്കി. അപ്പോൾ നമ്മൾ എന്തിനാണ് ബി സി ആക്കിയത്? ഇവിടെ എ സി പ്ലസ് ബി സി പ്ലസ് എ ബി സി അല്ലെ, ബി സി പ്ലസ് എ ബി സി ബി സി ആക്കി. വീണ്ടും ആരുണ്ട് അവിടെ? എ സി പ്ലസ് ബി സി ഉണ്ട്. ഓക്കെ, പ്ലസ് ബി സി ഉണ്ട്. അപ്പോൾ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ സി ഇൻറ്റു എ പ്ലസ് ബി എന്നാക്കാം. ഇതിൽ ഇനി ഫർദർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആൻസർ ആയില്ല എന്ന് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യും? ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഒരിക്കലും നമുക്ക് സി എന്നോ ഏതോ മാത്രമായിട്ട് ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാനേ പറയുന്നുള്ളൂ. ഫൈനൽ സൊല്യൂഷൻ അല്ല പറയുന്നത്. ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക, പറ്റുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അഥവാ ഇതുവരെ എത്തി നിർത്തിക്കുകയാണെങ്കിൽ അത് വെച്ച് നിർത്തുക. ഓക്കെ, അതിൻ്റെ ഒരു ഹാഫ് മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ദ വെക്ടർ ആറ്റം മോഡൽ. ഓക്കെ, കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ടല്ലോ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അതായത് ക്ലാസ്സിൽ ഒരു പ്രാവശ്യം പറഞ്ഞു നമ്മുടെ വെക്ടർ ആറ്റം മോഡലിനെ കുറിച്ചിട്ട്. രണ്ട് കൺസെപ്റ്റാണ് വെക്ടർ ആറ്റം മോഡലിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്, സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും then അതുപോലെ തന്നെ സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺസും. ഓക്കെ, നമ്മുടെ സ്റ്റേൺ ഗെർലാച്ച്, ഓക്കെ, അൺബക്ക്, ഓക്കെ, അവരൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്. നമ്മുടെ ബോർ ആറ്റം മോഡലിലും സോമർഫീൽഡ് തിയറിയിലും അതുപോലെ തന്നെ റൂദർഫോർഡിലൊക്കെയുള്ള പ്ലസ് പോയിന്റ്സ് എല്ലാവരും ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഇവർ എന്തുകൂടി എടുത്തു, പുതിയ രണ്ട് കോൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നു. എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഇസ് ദ ക്വാണ്ടൈസേഷൻ, സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. അതായത് സ്പേസ് വെക്ടേഴ്സ് എന്താണ് കൺസേർഡ് ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഓറിയന്റേഷൻ then അതുപോലെ തന്നെ അതൊക്കെ നമുക്കിവിടെ കൺസിഡർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ എന്ന ഐഡിയാസ് നമ്മൾ കൊണ്ടുവന്നു. then അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ. അതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇലക്ട്രോൺസിന് സ്പിൻ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതവിടെ പ്ലസ് സ്പിന്ന്, ഹാഫ് സ്പിന്ന്, അതായത് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്, രണ്ട് സ്പിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. then ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഡിഫറെൻറ്റ് കോണ്ടന്റ് നമ്പേഴ്സ്. ഓക്കെ, 7 ഡിഫറെൻറ്റ് കോണ്ടന്റ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. then അതിനകത്തുണ്ടാകുന്ന ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം മാക്സിമം. അഥവാ ഡയഗ്രാംസ് മറന്നു പോകുന്നെങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, വിട്ടിട്ട് ബാക്കി എഴുതുക. ഓക്കെ, ഓർമ്മ വരുന്ന സമയത്ത് അതുകൂടി ഒന്ന് മാർക്ക് ചെയ്യുക. സിമ്പിളാണത്. എന്ത് ചെയ്യും, ഇതുപോലെ നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കും, പിന്നെ ഓരോ ഇത് ഓക്കെ വരച്ചിങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കുക അത്. ഓക്കെ, പറ്റുവാണെങ്കിൽ വരയ്ക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ചില സമയത്ത് അതിന് മാർക്ക് നമ്മൾ പ്രത്യേകിച്ച് കുറയ്ക്കാറില്ല. ഓക്കെ, പറ്റുവാണെങ്കിൽ വരയ്ക്കിട്ട് വരച്ചിരിക്കാം. ഓക്കെ, അതാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനകത്ത് എഴുതാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഷോർട്ട്ജർ ഇക്വേഷൻ ഒക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ചിലർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല എഴുതുന്ന രീതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെക്ടർ ആറ്റം മോഡൽ അറ്റൻഡ് ചെയ്യുന്നതിന് കുറച്ചുകൂടി നല്ലത്, മാർക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ, ഇല്ല ഷോർട്ട്ജർ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, 3 ഡയമെൻഷണൽ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ആ 3 നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ ഷോർട്ട്ജർ. ഇതിൽ ഡിപ്പെൻഡന്റ് ഇക്വേഷൻ ആണ്, സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ഇതിനെക്കാട്ടി പെട്ടെന്ന് എഴുതി തീരും. ഓക്കെ, കറക്റ്റ് ഡെറിവേഷൻ അറിയാമെങ്കിൽ. ഓക്കെ, അല്ലാതെ ഡെറിവേഷൻ പകുതി എഴുതി വെച്ച് നിർത്തിയാൽ പകുതി മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 11 മാർക്ക് അടുപ്പിച്ച് കിട്ടും. ഓക്കെ, 15 മാർക്ക് ചിലപ്പോഴേക്ക് തരത്തുള്ളൂ, 14, 15 ഒക്കെ. ഓക്കെ, എന്തായാലും ഒരു 12, 13 മാർക്ക് അടുപ്പിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങളെ കോൺഫിഡൻസ് പോലെ ഇരിക്കും. വെക്ടർ ആറ്റം മോഡലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനെ പഠിച്ചിട്ട് പോകാം. ഓക്കെ, പഠിക്കുക. ദെൻ ഷോർട്ട്ജർ ടൈം ഇൻ ഇക്വേഷൻ, നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും പഠിച്ച് നോക്കുക. പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇത് പഠിച്ചെടുക്കുക. പിന്നെ അടുത്ത് ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന കാര്യവും. ദെൻ അതുപോലെ തിയറി എഴുതണം. ദെൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് വിത്ത് നെസസറി തിയറിയാണ്. അപ്പോൾ തിയറി മാത്രമല്ല വേണ്ടത്, അവിടെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കണം, വേവ് ഫോം ഒക്കെ വരയ്ക്കണം. ഹാഫ് വേവ് ആണ് പറയുന്നത്. ഓക്കെ, ഒരു ഡയോഡും ഒരു ട്രാൻസ്ഫോമറും വരും. എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബാൻഡ്സ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. ബാൻഡ് അല്ല, വേവ് ഫോം അവിടെ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഹാഫ് വേവിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ദെൻ റിപ്പിൾ ഫാക്ടർ വേണം, റെക്ടിഫയർ എഫിഷ്യൻസി വേണം. ഓക്കെ, അപ്പോൾ ടൈം നോക്കുക, ഇതൊക്കെ എഴുതിയിട്ട് ലാസ്റ്റ് എഴുതാൻ സമയം ഉണ്ടാവണം. ഓക്കെ, എന്നാൽ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡ് ഡയഗ്രാം, രണ്ട് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ കറന്റ് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല ഇതുവരെയും. ഓക്കെ, ഞാനത് ഇടയ്ക്ക് മിസ്സായി പോയതാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമ്മുടെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഡിസ്കസ് ചെയ്യാം. ഇതിൽ അത്യാവശ്യം സമയം കുറച്ച് മതി എന്നുള്ളത് നമ്മുടെ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷോർട്ട്ജർ ഇക്വേഷൻ ആണ്. പഠിക്കാൻ പറ്റുന്നവർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻ്റ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ദെൻ ഇതൊക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, വേവ് ഫോം ഒക്കെ വരയ്ക്കാനും അതെല്ലാം പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. സമയം നോക്കണം. ഓക്കെ, കാരണം പ്രോബ്ലം സെക്ഷനിൽ പ്രോബ്ലംസ് കാണും, അത് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയരുത്. എസ് എ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ പോയിന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എന്താണ്, ഹാഫ് വേവ് മാറ്റിയിട്ട് അവിടെ എന്ത് വരും, ഫുൾ വേവ് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഫുൾ വേവ് ചോദിക്കാം. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡീസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഷോർട്ട്ജറിൻ്റെ ഡിപ്പെൻഡൻറ്റ് മാതിരി ഇൻഡിപെൻഡൻറ്റ് ചോദിക്കാം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ, വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എന്തായാലും 2023 ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇത്രയും ടൈം കൺസംഷൻ വരത്തില്ല, കാരണം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ സ്കിപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈം എടുക്കത്തില്ല. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് 2024 ഇതിപ്പോൾ 2024 ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, 2023 ഡിസ്കസ്. ഇപ്പോൾ 2024 ഉണ്ട്. ദെൻ അതുപോലെ തന്നെ 22 ഉണ്ട്, പിന്നെ ഒരു 21. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇത് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ ബേസിക് ആയിട്ട് എന്തെങ്കിലും അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും ഇന്നത്തേക്ക് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ദിവസം എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു CE ക്ലാസ് കൂടി ഞാനൊന്ന് അറേഞ്ച് ചെയ്തിരിക്കാം. ഓക്കെ, താങ്ക് യു.